സെൽഫ് ലവ് നമ്മളിൽ തന്നെ തുടങ്ങണം. നമ്മൾ സെൽഫ് ലവിനെ പറ്റിയിട്ട് ധാരാളം കേട്ടിട്ടുണ്ട്. നിബന്ധനകളില്ലാതെ സ്വയം സ്നേഹിക്കാൻ പറ്റാറുണ്ടോ? ജസ്റ്റ് ചെക്ക്. കാരണം നമുക്ക് എപ്പോഴും നമുക്കൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. നമ്മൾ ചെയ്താൽ ശരിയാവോ? അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പോലെ നമ്മൾ എന്തുകൊണ്ട് ആവുന്നില്ല? അല്ലെങ്കിൽ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നെ എന്തുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല? ഇങ്ങനെ കുറേ സെൽഫ് ടോക്കുകൾ നമ്മളെ സെൽഫ് ലവിലേക്ക് കടക്കാനായിട്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ബൗണ്ടറി കീപ്പ് ചെയ്യുന്നുണ്ട്. സോ വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഫോർ സെൽഫ് ലവ്? എന്താണ് മസ്റ്റായിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് സെൽഫ് ലവിന് വേണ്ടിയിട്ട്? ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയാറുണ്ട്, ലൈക്ക് ഫ്ലഫി ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കായിട്ട് നമ്മളിങ്ങനെ പറയും, ലുക്ക് ഇൻ ദ മിറർ ആൻഡ് സ്മൈൽ ആൻഡ് സേ ഐ ലവ് യു. ഇതൊരു സെൽഫ് ലവിൻ്റെ സ്റ്റാർട്ടിങ് ആണോ ചോദിച്ചാൽ ഐ ഹാവ് ഹേർഡ് ഇറ്റ് ആൻഡ് ഐ സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് ലൈക്ക് ദാറ്റ് ഓൾസോ. പക്ഷേ എനിക്കത് അങ്ങോട്ട് വർക്കായില്ല. ഐ ലവ് യു എന്നൊക്കെ പറയുമ്പോൾ, വെറുതെ മുഖത്ത് നോക്കി പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു മാതിരി തോന്നും. സോ ഐ വാസ് സെർച്ചിങ് ഫോർ എനിത്തിങ് പ്രാക്ടിക്കൽ. എന്തെങ്കിലും പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുമോ സെൽഫ് ലവ് ഡെവലപ്പ് ചെയ്യാനായിട്ട്? അങ്ങനെ എനിക്ക് തോന്നി. ചിലവർക്ക് വർക്കാവുമായിരിക്കും അങ്ങനെ പറയുമ്പോൾ, പക്ഷെ എനിക്കെന്തോ സെറ്റായില്ല. കുറച്ച് നാൾ ട്രൈ ചെയ്ത് നോക്കി ഇങ്ങനെയൊക്കെ, ഐ ലവ് യു, അതുപോലെ തന്നെ മുഖത്തിൽ കണ്ണാടിയിൽ നോക്കിയിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയാനൊക്കെ നോക്കി. പക്ഷെ ചിലപ്പോൾ എൻ്റെ അഫർമേഷൻ്റെ ആ ഒരു ഇത് ടെക്നിക്ക് കറക്റ്റ് ആവാണ്ടോ എന്തോ അറിയില്ല. സോ ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സെൽഫ് ലവ് എന്നുള്ളത്. കുറേ ഇമ്പ്രൂവ്മെൻറ്റ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. സോ ഐ തോട്ട് ടു ഷെയർ വിത്ത് യു. ലൈക്ക് നിബന്ധനകളില്ലാതെ, കണ്ടീഷൻസ് ഒന്നും ഇല്ലാണ്ട് നമ്മൾക്ക് നമ്മൾ സ്നേഹിക്കാൻ പറ്റും. നമ്മളെപ്പോഴും സാക്രിഫൈസ് മെൻറ്റാലിറ്റിയിലാണ് പോയിക്കൊണ്ടിരിക്കുക അല്ലേ? മറ്റുള്ളവർക്ക് വേണ്ടി ഓരോന്ന് ചെയ്തും, അതുപോലെ നമ്മുടെ ലൈഫും ടൈമും പൈസയും എല്ലാം ചെയ്ത് കൊടുത്ത് അങ്ങനെ നമ്മൾ തന്നെ സ്നേഹിക്കാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നർ ടോക്കിൽ നമ്മൾക്ക് ചില കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്തില്ല എന്നുള്ള തോന്നലുണ്ടാകും. സോ വാട്ട് വി ഹാവ് ടു ഡു ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ക്ലീൻ അപ്പ് യുവർ ഇന്നർ ടോക്ക്. നമ്മളുടെ ഇന്നർ ടോക്ക്, നമ്മൾ നമ്മളോട് പറയുന്ന ആ ഒരു ടോക്കില്ല, ഐ എം യൂസ്ലെസ്, അല്ലെങ്കിൽ ഐ മെസ്ഡ് അപ്പ്, ഓൾ ദി സ്റ്റഫ്, അങ്ങനെയൊക്കെ പറയില്ലേ, അതൊന്നും നമ്മൾ ഇനി പറയരുത് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ. സോ ഇറ്റ്സ് റിയലി മാജിക്. നമ്മൾ ഈ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇറ്റ് ക്രിയേറ്റ്സ് മാജിക് ഇൻ അവർ ഓൺ ലൈഫ്. കാരണം നമ്മൾ സെൽഫ് എസ്റ്റീം ഇമ്പ്രൂവ് ചെയ്യും ഈ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ. നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ള ഒന്നും നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കൊന്നുമില്ല. ആരെന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ ആരെങ്ങനെ ഇൻസൾട്ട് ചെയ്താലും വി നോ അവർ സെൽഫ് ബെസ്റ്റ് അല്ലേ? മറ്റുള്ളവരേക്കാൾ കൂടുതൽ നമുക്ക് നമ്മളെ അറിയാം. നമ്മൾ സൺഷൈൻ ആണെന്നുള്ളത് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരുടെയും വാക്കുകൾ നമ്മളുടെ ഇന്നർ ടോക്കിൽ പോലും വരില്ല. കുറേ ഫേക്ക് ആയിട്ടുള്ള പോസിറ്റീവ് തിങ്സ് പറഞ്ഞിട്ട് നമ്മൾ നമ്മളെ തന്നെ പറ്റിക്കണേറ്റും ഭേദമാണ് നമ്മളെ ക്ലാരിറ്റി മനസ്സിലാക്കാം. ഓക്കെ, ദീസ് പീപ്പിൾ ആർ ലൈക്ക് ദിസ് ആൻഡ് ഡോണ്ട് കീപ് യുവർ സെൽഫ് ഇൻ ദെയർ സർക്കിൾ. അവരുടെ ആ ഒരു സർക്കിളിലുള്ള, അവരുടെ ഒരു ബൗണ്ടറിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ടോക്സും നിങ്ങളുടെ തോട്ട്സും കൊണ്ടിടണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ക്ലീൻ അപ്പ് യുവർ ഇന്നർ ടോക്ക്. ഇനി രണ്ടാമത്തെ കാര്യം, കീപ് സ്മോൾ പ്രോമിസസ് ടു യുവർ സെൽഫ്. ഇതൊരു ഹ്യൂജ് കാര്യമാണോ ചോദിച്ചാൽ ചിലപ്പോൾ ആണ്. ബിക്കോസ് സ്മോൾ പ്രോമിസസ് ആണ് നമുക്ക് നമ്മളോട് കീപ്പ് ചെയ്യാൻ പറ്റാത്തത്. സേ യു വിൽ വേക്ക് അപ്പ് അറ്റ് സർട്ടൻ ടൈം ആൻഡ് ഡു ഇറ്റ് ആൻഡ് ഫിനിഷ് ദ ടാസ്ക് ആൻഡ് ഫിനിഷ് ഇറ്റ്. എവറി ടൈം യു ഫോളോ ത്രൂ. ലൈക്ക് നമ്മളിപ്പോൾ മാറ്റി വെച്ച് ഇത് എൻ്റെ കാര്യം പിന്നീട് ചെയ്യാം, മറ്റുള്ളവരുടെ കാര്യം ആദ്യം ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ അവിടെ നമ്മളോട് കൊടുക്കണ ആ ഒരു റെസ്പെക്റ്റ് കുറയാണ് ചെയ്യുന്നത്. സോ നമ്മൾ നമ്മുടെ പ്രോമിസ് കീപ്പ് ചെയ്യുകയും നമ്മൾ നമ്മളോട് തന്നെ ഒരു ചുമതലാബോധം നിലനിർത്തുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് കൂടും. നമ്മളെ റെസ്പെക്റ്റ് ചെയ്യണത് കൂടും. സ്റ്റോപ്പ് ഓവർ കമ്പയറിങ്. കമ്പാരിസൺ ഈസ് ഫാസ്റ്റസ്റ്റ് വേ. അത് നമ്മൾ സെൽഫ് ലവിനെ എന്താ പറയുക, നാശാക്കുന്ന ഒരു സാധനമാണ് പെട്ടെന്ന് തന്നെ ഈ കമ്പാരിസൺ. ദെൽ ഓൾവേസ് ബി സം വൺ ബെറ്റർ. എപ്പോൾ നോക്കിയാലും ഒരാൾ ബെറ്റർ ഉണ്ടാവും. സോ ഫോക്കസ് ഓൺ യുവർ ലൈൻ. നമ്മളുടെ പാതയിൽ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ഇംപ്രൂവ് ഫ്രം യെസ്റ്റർഡേ. യു ആർ നോട്ട് ഇൻ എ കോമ്പറ്റീഷൻ വിത്ത് ദ ഹോൾ വേൾഡ്. അത് മൈൻഡിൽ സെറ്റ് ചെയ്യുക. നമ്മൾ എല്ലാവരായിട്ടുള്ള ഒരു കോമ്പറ്റീഷനിൽ അല്ല. നമ്മൾ ഇന്നലത്തെ നമ്മളെക്കാൾ ബെറ്ററായ നമ്മളെ ഇന്ന് എനിക്ക് സൃഷ്ടിക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് വെരി ഗുഡ്. പിന്നെ നമ്മളുടെ ഉള്ളിലുള്ള ന്യൂനതകൾ, നമ്മുടെ ഉള്ളിലുള്ള കുറവുകളൊക്കെ നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റണം. നമ്മളതിനെ റിയലൈസ് ചെയ്യണം, നമ്മളതിനെ ആക്സെപ്റ്റ് ചെയ്യണം. അല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇന്നലത്തെ ഞാനല്ല ഇന്നത്തെ ഞാൻ. ഇന്നെനിക്ക് പുതിയ കുറവുകളും പുതിയ നല്ല കാര്യങ്ങളും ഉണ്ടാകാം. ഇന്നലെ ഞാൻ സംസാരിച്ച പോലെയല്ല ഇന്നത്തെ എൻ്റെ സംസാരം. അല്ലെങ്കിൽ ഇന്നലത്തെ ഏറ്റവും കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ഉണ്ടാവാം. പിന്നെ ഉള്ളത് സെൽഫ് കെയർ എന്നുള്ള കാര്യമാണ്. നമ്മളെപ്പോഴും മറക്കണ കാര്യമാണ്.
ടേക്ക് കെയർ ഓഫ് യുവർ ബേസിക്, അതായത് നല്ലോണം ഉറങ്ങുന്നുണ്ടോ, നമ്മളുടെ ലീഷർ ടൈം എങ്ങനെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്, ഈറ്റ് ഡീസൻ്റ്ലി. നല്ല നല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ലക്ഷറി ഹെവി ഫുഡ് കഴിക്കുക അങ്ങനെയൊന്നുമല്ല ഉദ്ദേശം. നമ്മുടെ ഫുഡ് നമ്മളുടെ ആരോഗ്യത്തിന് നല്ലതാണോ, മൂവ് യുവർ ബോഡി, ഇവൻ എ ഷോർട്ട് വാക്ക്, ഇതൊക്കെ നമ്മുടെ സെൽഫ് വർത്ത് ഇമ്പ്രൂവ് ചെയ്യും. ലേൺ ടു സേ നോ വിത്തൗട്ട് ഗിൽട്ട്. ഗിൽറ്റ് ഇല്ലാണ്ട് നോ പറയാൻ നമുക്ക് പറ്റുന്നുണ്ടോ? യു ഡോണ്ട് നീഡ് ടു എക്സ്പ്ലെയിൻ. യു വിൽ തിങ്ക് യു നീഡ് ടു എക്സ്പ്ലെയിൻ എവറിഥിങ് ടു എവ്രി വൺ. So you know, need to explain everything. You don't need to explain. Protect your energy. People might not like that. ഇതുപോലെ ആയിരിക്കില്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല. ചിലപ്പോൾ നിങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും. ദാറ്റ് ഈസ് യുവർ ഫ്രീഡം. ഇഫ് യു വോണ്ട് ടു എക്സ്പ്ലെയിൻ യു ക്യാൻ എക്സ്പ്ലെയിൻ, അതർവൈസ് നോ നീഡ്. പീപ്പിൾ മൈറ്റ് നോട്ട് ലൈക്ക് ഇറ്റ്. ലൈക്ക് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്ടിരിക്കുന്നത് അവർക്ക് ചിലപ്പോൾ ഇഷ്ടമായെന്ന് വരുമൊന്നുമില്ല ഒരു കാര്യം ചോദിച്ചിട്ട്. ബട്ട് ദാറ്റ്സ് ഓക്കെ. അത് ഒരു ഓക്കെയാണ്. ഞാനിപ്പോഴും അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും അത് നോ പറയാൻ പറ്റാത്ത കാര്യമാണ്. സ്പെൻഡ് ടൈം എലോൺ വിതൗട്ട് ഡിസ്ട്രാക്ഷൻസ്. നോ ഫോൺ, നോ സ്ക്രോളിങ്, ജസ്റ്റ് സിറ്റ്, തിങ്ക്, റൈറ്റ് ആൻഡ് ബ്രീത്ത്. ഇഫ് യു അവോയ്ഡ് ബീങ് എലോൺ, ഇറ്റ്സ് യൂഷ്വലി മീൻസ് യു ആർ അവോയ്ഡിങ് യുവർ സെൽഫ്. പണ്ടൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കാന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ പണ്ടത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ലോൺലിനെസ് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെയാണ് ഞാനും വിചാരിച്ചിരുന്നത്. പക്ഷേ ഇതിനു മുന്നേ വേറൊരു ഞാനുണ്ടായിരുന്നു. ഒറ്റയ്ക്കിരുന്ന് കവിത എഴുതുകയും കഥ എഴുതുകയും ചെയ്യണ ഒരു ഞാനുണ്ടായിരുന്നു. പിന്നെ കുറേ ബഹളങ്ങളുടെ ഇടയിൽ പെടുമ്പോൾ, കുറേ റെസ്പോൺസിബിലിറ്റീൻ്റെ ഇടയിൽ പെടുമ്പോൾ, നമ്മൾ ആ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു ഒരു വാല്യുബിൾ ടൈമിൽ നമ്മളോട് തന്നെ ഉള്ളിലിരുന്ന് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ കുറേ എഴുതാനും വായിക്കാനുള്ള ടൈം അത് മിസ്സായിപ്പോവും ഇങ്ങനെ കുറേ ബഹളങ്ങളുടെ ഉള്ളിൽ പോയിരുന്നുണ്ടെങ്കിൽ. സോ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് നമ്മുടെ ആ ഒരു വാല്യുബിൾ ടൈം നമ്മൾ ഉപയോഗിക്കുക, ഫോണൊന്നും ഇല്ലാണ്ട്, ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാണ്ട്, അങ്ങനെ. ഓക്കെ, ഫോർഗിവ് യുവർ സെൽഫ് ഫാസ്റ്റർ. കുറേ തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടാവും, ബട്ട് യു ആർ എ സൺഷൈൻ. അത് മൈൻഡിൽ മനസ്സിലാക്കുക. ദെൻ ഫോർഗിവ് യുവർ സെൽഫ് ഫാസ്റ്റർ. കുറേ തെറ്റുകളൊക്കെ പറ്റും അല്ലേ? സ്വന്തമായിട്ട് പറയാം, മനുഷ്യനല്ലേടോ, തെറ്റുകളൊക്കെ പറ്റും. ആൻഡ് മൂവ് ഓൺ. ഓക്കെ, നമ്മൾ ഗിൽറ്റ് മൈൻഡിൽ സൂക്ഷിക്കുമ്പോഴാണ് പ്രശ്നം. സോ ഡോണ്ട് ഡ്രാഗ് ഗിൽറ്റ് ഫോർ ഡേയ്സ്. കുറേ ദിവസം അതങ്ങനെ വെച്ചിരിക്കണ്ട. ലേൺ, അഡ്ജസ്റ്റ്, ദെൻ മൂവ് ഓൺ, ലെറ്റ് ഇറ്റ് ഗോ. ഡു തിങ്സ് ദാറ്റ് മേക്ക് യു റെസ്പെക്ട് യുവർ സെൽഫ്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ റെസ്പെക്റ്റ് തോന്നുന്ന കുറച്ച് കാര്യങ്ങളില്ലേ? എനിക്കിങ്ങനെയൊക്കെ വർത്തമാനം പറയുമ്പോൾ എനിക്ക് എന്നോട് തന്നെ കുറച്ച് റെസ്പെക്റ്റ് തോന്നുന്നുണ്ട്. എനിക്കിങ്ങനെയൊക്കെ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത്. അതുപോലെ നിങ്ങൾക്ക് റെസ്പെക്റ്റ് തോന്നുന്ന കുട്ടി കുട്ടി കാര്യങ്ങളില്ലേ? നോട്ട് ജസ്റ്റ് തിങ്സ് ദാറ്റ് ഫീൽ ഗുഡ്. അങ്ങനെ സ്റ്റഡിങ്, ഹെൽപ്പിംഗ് സം വൺ, ഫിനിഷിംഗ് വർക്ക്, ദീസ് ബിൽഡ് റിയൽ കോൺഫിഡൻസ്. നമുക്ക് നമ്മളോട് തോന്നുന്ന കുറച്ച് റെസ്പെക്റ്റുകൾ, അതായത് നമ്മൾ തോന്നുന്ന ഒരു ചിന്ന ചിന്ന റെസ്പെക്റ്റ്, ദിസ് വിൽ ക്രിയേറ്റ് യുവർ കോൺഫിഡൻസ്. സോ സെൽഫ് ലവ് ഗ്രോസ് വെൻ യുവർ ആക്ഷൻസ് മാച്ച് യുവർ വാല്യൂസ്, നോട്ട് വെൻ യു ജസ്റ്റ് റിപ്പീറ്റ് അഫർമേഷൻ. Start small, stay consistent. That's the game. If you want to become a better person, ഇപ്പോഴത്തെ ഏറ്റവും നല്ലൊരു മനുഷ്യനായിട്ട്, അതായത് ഇപ്പം നിങ്ങൾ നല്ലതാണ് കേട്ടോ, പക്ഷേ ഇതിനേക്കാൾ കുറച്ചും കൂടി നല്ലതാവണം എന്ന് വിചാരിച്ചാൽ ഈ സെൽഫ് ലവ് എന്നുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ലൈഫിൽ ഭയങ്കര മാറ്റങ്ങൾ കൊണ്ടുവരും. നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുകയും നമ്മൾ സ്വയം സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി ബെറ്റർ സമയം കണ്ടെത്തുകയും ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യണം. നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുക, നമ്മൾ ആങ്ഷ്യസ് ആയിരിക്കുക, നമുക്ക് വേർഡി കൂടുതലിരിക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്തു കൊടുക്കാന്ന് വെച്ചാലും നമ്മളുടെ ഉള്ളിൽ നിറവുണ്ടെങ്കിലല്ലേ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ദാനം പോലും ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരാൾക്ക് ഒരു 10 രൂപ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു 20 രൂപയെങ്കിലും വേണ്ടേ? അതുകൊണ്ട് നമുക്കൊരാളെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ സ്നേഹിച്ചാലല്ലേ നമുക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എനിക്ക് ധാരാളം അറിവുണ്ടെങ്കിലല്ലേ എനിക്ക് നിങ്ങളോട് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ, എന്തെങ്കിലും നല്ല കാര്യങ്ങൾ അറിവ് പകർന്നു തരാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മളോട് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ, സ്നേഹിക്കാൻ അറിയെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണ മനസ്സോടുകൂടി മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? നിങ്ങളൊക്കെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണോ? അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടമുള്ളതാണോ?
അല്ലെങ്കിൽ കുറേ മോട്ടിവേഷൻ സ്പീച്ചെല്ലാം കേട്ട് അഫർമേഷനൊക്കെ ചെയ്ത് നമ്മൾ തന്നെ ഫേക്ക് ചെയ്തിട്ട് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്തിട്ട് ഒന്നും സെറ്റാവാത്ത ആളുകളാണോ? ഞാൻ പറഞ്ഞിട്ടുള്ള ഈ 8 കാര്യങ്ങൾ ലൈഫിൽ ഉപയോഗം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ എങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക വിച്ച് വേ യു ലവ് യുവർ സെൽഫ്. Either you respect or give time for yourself to reset or to rest or make peaceful things for yourself. സമാധാനം ഉള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ലൈഫിൽ ഉണ്ടാക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? ഹോബീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ എപ്പോഴും 24/7 മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അപ്പോൾ നിങ്ങളെ മറക്കാതിരിക്കുക, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. ഇറ്റ്സ് എ മസ്റ്റ്. ബിക്കോസ് വെൻ യു ലവ് യുവർ സെൽഫ് യു വിൽ ഗെറ്റ് മോർ ടൈം ആൻഡ് മോർ എനർജി ടു ലവ് others. So love yourself first. Be proud how far you have come. So you are important. Thank you for listening to me. ഈ വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു. Happy always.